സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രതിരോധ മന്ത്രിയും സുരക്ഷാ ഉപദേഷ്ടാവും സൈനിക മേധാവികളും പങ്കെടുത്തു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം 5:30. ഡൽഹിയിലും അതിർത്തി സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രത. പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിച്ചതായി സൈന്യം. അതിർത്തിയിലെ ജനവാസ മേഖലയിൽ പാക് ആക്രമണം തുടരുന്നു. പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ. ബഹ്മോസ് അടക്കമുള്ള സംവിധാനങ്ങൾ തകർത്തെന്ന പാക് പ്രചരണം വ്യാജമെന്നും സർക്കാർ തെളിവായി വീഡിയോ പുറത്തുവിട്ടു. ഷെല്ലിങ്ങും വെടിവെപ്പും ഡ്രോൺ ആക്രമണവും പാകിസ്ഥാൻ നടത്തിയെന്ന് സ്ഥിരീകരിച്ച വിദേശകാര്യ സെക്രട്ടറി. 6 പാക് സൈനിക കേന്ദ്രങ്ങളും 2 വ്യോമത്താവളങ്ങളും ഇന്ത്യ ആക്രമിച്ചു. സംഘർഷം ലഘൂകരിക്കാനാണ് ഇന്ത്യയുടെ ശ്രമമെന്നും വിക്രം മിശ്രി. സംഘർഷം ലഘൂകരിക്കാൻ ലോകരാജ്യങ്ങളുടെ ഇടപെടൽ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രിമാരുമായി സംസാരിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. സമവായ നീക്കവുമായി സൗദിയും സംഘർഷം ലഘൂകരിക്കണമെന്ന് G7 രാജ്യങ്ങൾ. ഇന്ത്യ ആക്രമണം നിർത്തിയാൽ പാകിസ്ഥാനും സഹകരിക്കുമെന്ന് പാക് വിദേശകാര്യ മന്ത്രി. സംഘർഷം ലഘൂകരിക്കാനാണ് ഇന്ത്യയുടെ ശ്രമമെന്ന് വിക്രം മിശ്രി. രജൌരിയിൽ പാകിസ്ഥാൻ നടത്തിയ കനത്ത ഷെല്ലിംഗിൽ സർക്കാർ ഉദ്യോഗസ്ഥനടക്കം 3 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടത് ജമ്മു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥൻ രാജ്കുമാർ താപ്പയും 2 പ്രദേശവാസികളും. സ്ഥിരീകരിച്ച കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ആക്രമണമുണ്ടായത് രാജ്കുമാറിന്റെ വസതിക്ക് നേരെ. രജൌരിയിൽ തുടർച്ചയായി 4 മണിക്കൂർ ഷെല്ലിംഗ്. വർദ്ധിക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിൽ. ജലന്ധറിലും ജമ്മുവിലും സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട്. പുറത്തിറങ്ങരുതെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം. രാജ്യത്തെ 32 വിമാനത്താവളങ്ങൾ ഈ മാസം 12 വരെ അടച്ചു. രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങിയ വിരാട് കോഹ്ലിയും. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിലേക്ക് പരിഗണിക്കരുതെന്ന് BCCIയെ അറിയിച്ചതായ റിപ്പോർട്ടുകൾ. പ്രതികരിക്കാതെ കോഹ്ലി.